ഇന്നത്തെ ദിവസം അതായത് തിരുവോണ നാളിലുണ്ടല്ലോ കേരളത്തിൽ തന്നെ നോക്കിയാൽ ഏറ്റവും തിരക്കനുഭവപ്പെടുന്ന ക്ഷേത്രമാണ് തൃക്കാക്കര ക്ഷേത്രം, തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. അവിടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സ്ഥിരമായി എത്തുന്നവരാണ് മന്ത്രി പി രാജീവും കുടുംബവും, അതുപോലെ തന്നെ MP ബെന്നി ബെഹനാനും കുടുംബവും. ഇത്തവണയും അവർ പതിവ് തെറ്റിച്ചിട്ടില്ല. ഇരുവരും ഒരുമിച്ചെത്തിയാണ്, അതായത് കുടുംബസമേതമാണ് ഇരുവരും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. മന്ത്രി പി രാജീവും ബെന്നി ബെഹനാൻ MPയും മീഡിയ വണിനൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. തിരുവോണ നാളിൽ തൃക്കാക്കര ക്ഷേത്രത്തിലെ തിരുവോണ സദ്യ ഒരുപക്ഷെ വർഷങ്ങളായി മന്ത്രി പി രാജീവും MP ആയ ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുടുംബസമേതം എത്തുന്ന ഒരു സദ്യ കൂടിയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ തവണയും നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്, അതിനു മുമ്പും കുറേ നാളുകളായി വർഷങ്ങളായി. ഈ ബെന്നി ബെഹനാൻ യഥാർത്ഥത്തിൽ ചാലക്കുടി MP ആയപ്പോൾ ഇങ്ങോട്ടുള്ള വരവ് നിർത്തുമെന്നാണ് കരുതിയത്. പക്ഷേ അദ്ദേഹം അതിനുശേഷം എല്ലാ വർഷവും ഇവിടെ തന്നെ വരുന്നുണ്ട്. ഇതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് പോകുന്നത്. ഞാനും MLA ആകുന്നതിന് മുൻപും MP ആയിരിക്കുന്ന ഘട്ടത്തിനും എല്ലാം ഇവിടെ വരാറുണ്ട്. ഇത് വളരെ സന്തോഷകരമായ സന്ദർഭമാണ്. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും വീട്ടിൽ ഓണസദ്യ വേണ്ട, എല്ലാവരും ഇങ്ങോട്ട് വരുന്നു. എല്ലാവർക്കും വളരെ സന്തോഷകരമാണ്. നാനാജാതി മതസ്ഥർ വരുന്നു. ഇത്തവണത്തെ പ്രത്യേകത ഓണവും നബിദിനവും ഒന്നിച്ചാണ് വരുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ആഘോഷിക്കുന്നുണ്ട്. ഹൃദ്യമായ ഓണാശംസകൾ, ഒപ്പം തന്നെ നബിദിനാശംസകൾ നേടും. ഫാമിലിയായിട്ട് എല്ലാ വർഷവും ഒന്നിച്ചാണ് വരുന്നത്. അതെ അതെ, കഴിഞ്ഞോണയും ഉണ്ടായിരുന്നു, ഇത്തവണയുണ്ട്, ഇനിയും കാണും. ഒപ്പം തന്നെ ബെന്നി ബെഹനാൻ MP കൂടി ചേരുകയാണ്. കുറേ നാളുകളായിട്ട് ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് മിനിസ്റ്റർ പറയുന്നത്. ശ്രീ രാജീവ് സൂചിപ്പിച്ച പോലെ ഓണനാളിൽ ഞങ്ങൾക്ക് ഒട്ടേറെ പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കുടുംബസമേതം ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ഇതിൽ പങ്കുചേർന്നെങ്കിൽ ഞങ്ങളുടെ ഓണം പൂർണ്ണമാകില്ല. അത്രമാത്രം ഈ ഓണാഘോഷ പരിപാടിയും ഞങ്ങൾ കലാകാലങ്ങളായി ഇഴുകിച്ചേർന്നിട്ടുണ്ട്. ഓണത്തിൻ്റെ ഒരു ഒത്തുകൂടൽ, ഈ ഓണത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നാനാജാതി മതസ്ഥർ ഒരുമിച്ച് കൂടും. അതാണ് യഥാർത്ഥത്തിൽ ഓണത്തിൻ്റെ സന്ദേശം. മറ്റൊരു സവിശേഷത ഇന്ന് നബിദിനം കൂടിയാണ്. ആ നബിദിനവും ഓണവും ഒരുമിച്ച് വരുമ്പോൾ അതിൻ്റേതായ ഒരു ആത്മസംതൃപ്തിയും സന്തോഷവും. കുടുംബവുമായി ആണ് എല്ലാ വർഷവും കുടുംബമായിട്ടാണ്. തലേ ദിവസം വന്ന് ഓണം കാഴ്ചവെക്കും, അതും കുടുംബമായിട്ടാണ്. ഇപ്പോഴും ഓണസദ്യ ഉണ്ണാൻ കുടുംബമായിട്ടാണ്. അതാണ് ഞങ്ങളുടെ ഈ നാടിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പൈതൃകവും സംസ്കാരം. കുറേ വർഷങ്ങളായി എനിക്ക് തോന്നുന്നു ഈ ഒരു റോ ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ തന്നെ ഈ ഒരു റോ എല്ലാവരും ഉണ്ടാവും. രാജീവും ഉണ്ടാവും, ഞങ്ങളെല്ലാവരും ഉണ്ടാവാറുണ്ട്. ഇവിടെ വന്ന് ഓണം ഉണ്ടായാലാണ് തൃപ്തിയാവുള്ളൂ. എല്ലാവർക്കും ഓണാശംസ. അതാണ് ചേച്ചി പറഞ്ഞ ഈ ഒരു റോ എന്ന് പറയുന്നത് മിനിസ്റ്ററുണ്ട്, MP ഉണ്ട്, ഒപ്പം തന്നെ അവർ രണ്ടുപേരുടെയും കുടുംബാംഗങ്ങളുണ്ട്. അങ്ങനെ വിഭവസമൃദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും ആഘോഷപൂർണമായ തിരുവോണ ദിനത്തിനാണ് ഈ തൃക്കാക്കര ക്ഷേത്രാങ്കണം വേദിയാകുന്നത്. ഒപ്പം തന്നെ 10-20,000 ആളുകളാണ് ഈ തിരുവോണ നാളിൽ തൃക്കാക്കര ക്ഷേത്രത്തിൽ വന്ന് സദ്യ കഴിക്കുന്നത്. എന്തായാലും ഇത്തവണയും അതുതന്നെയാണ് ഇവിടുത്തെ സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ക്യാമറ പേഴ്സൺ PL മനോജിനൊപ്പം അഹമ്മദ് മുസ്തഫ, മീഡിയ 1, കൊച്ചി.